ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്, ചെറിയൊരു ഹൽദി സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. മാമൻ്റെ മോളുടെ കല്യാണമാണ്. എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കല്യാണമാണ് നാളെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ ഇന്ന് കല്യാണ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് അവിടെ ഫോട്ടോഷൂട്ടിലാണ്, ഹൽദിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മ, അച്ഛൻ, ചിറ്റ, മേമ അങ്ങനെ തുടങ്ങിയ എല്ലാ ബന്ധുക്കളും ഉണ്ട്. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കുണ്ട്. അപ്പോൾ ഇത്തരം ഒക്കേഷൻസിൽ വരുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ട് ഫാമിലീസിനെ കാണാനും അതുപോലെ തന്നെ എന്താ പറയുക, ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും എന്താ പറയുക, ഒരേപോലെ മുതലെടുക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് സോന. അപ്പോൾ നല്ല മഞ്ഞ ഡ്രസ്സിൽ നല്ല എന്താ പറയുക, വൈബ്രൻറ്റ് കളറാണല്ലോ യെല്ലോ. നല്ല രസമുണ്ടായിരുന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഗുരുവായൂർ വെച്ചിട്ടാണ് താലിയിട്ട്. അതിനുശേഷം ബാക്കി ഫംഗ്ഷൻസൊക്കെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഹൽദിക്ക് നമ്മളുടെ ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ അതിൻ്റെ സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഹൽദി ഒന്നാണ് കളർഫുൾ ആക്കിയെന്ന് വേണം പറയാൻ. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. വളരെ സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹൽദിയാണ്. ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ ഒന്നല്ല, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഒരു എന്താ പറയുക, കുറച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഹൽദി ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് മാമൻ്റെ വീട്ടിലെ ലാസ്റ്റ് കല്യാണം കൂടിയാണ് കേട്ടോ. അതായത് മാമൻ്റെ മക്കളിൽ അവരുടെ മൂന്നാമത്തെ ലാസ്റ്റ് കല്യാണമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് മാമന് 3 മക്കളാണ്. കൺഫ്യൂഷനായോ? ഇല്ല, എന്നെ കൺഫ്യൂഷനൊന്നും ഇല്ല. 3 മക്കളാണ്, അതിൽ മൂന്നാമത്തെ ആൾ കല്യാണമാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ അവിടുത്തെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാമനെ മറ്റ് 2 കല്യാണങ്ങളെ പോലെയല്ല ഈ കല്യാണം എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ളതാണ്. കാരണം മറ്റൊന്നല്ല, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ഒരു സ്വാഭാവികമായിട്ടുള്ള കരച്ചിലുകൾ ഉണ്ടാവുമല്ലോ. അതായത് അവർ വേറൊരു വീട്ടിലോട്ട് പോകുമല്ലേ, അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ഉണ്ട് മാമൻ്റെ മുഖത്ത് ഉണ്ട് കേട്ടോ. അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹൽദിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഗ്രാൻഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇടയിൽ എന്നിട്ട് എന്താണ് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഹൽദിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ ചെറിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ, സീ യു.